നമസ്കാരം. അധ്യാപകൻ, സാംസ്കാരിക വിമർശകൻ, സാമൂഹ്യ നിരീക്ഷകൻ എന്നീ നിലകളിലൊക്കെ മലയാളികൾക്ക് സുപരിചിതനാണ് ശ്രീ എം.എൻ. കാരശ്ശേരി. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ നിലപാടുകൾ കൊണ്ടും ജനാധിപത്യ ബോധത്തിലൂന്നിയ ചിന്തകൾ കൊണ്ടും കേരളീയ സമൂഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ കടന്നു വന്ന ജീവിത വഴികളെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ പേര് മുഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ എന്നാണ്. പക്ഷേ ഈ പേര് മലയാളികളോട് പറഞ്ഞാൽ ഒരുപക്ഷെ അധികം ആർക്കും അറിഞ്ഞുകൂടാ. എം.എൻ. കാരശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ, ഏത് തലമുറയിൽപ്പെട്ട ആളുകൾക്കും അറിയാൻ കഴിയും. എങ്ങനെയാണ് ഈ മുഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ എം.എൻ. കാരശ്ശേരിയായി മാറിയത്? ഈ തോമസ് കുരുള ധരിച്ചത് ശരിയല്ല. എൻ്റെ പേര് മോദീന. എന്താ കാര്യം വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ ആദ്യത്തെ ആൺകുട്ടിക്ക് ബാപ്പയുടെ പേരിടും. അപ്പോൾ എൻ്റെ ബാപ്പയുടെ പേര് മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ പേര് അബ്ദുസലാം. എൻ്റെ ഏട്ടന് അബ്ദുസലാം എന്ന് പേരിട്ടു. അടുത്ത് ഞാൻ ആൺകുട്ടി. അപ്പോൾ എനിക്ക് ആരുടെ പേരിടണം? ഉമ്മയുടെ ബാപ്പയുടെ പേരിടണം. എൻ്റെ ഉമ്മയുടെ പേര് ആയിഷക്കുട്ടി എന്നാ, അവരുടെ ബാപ്പയുടെ പേര് മോദി എന്നാ. അപ്പോൾ എനിക്ക് മോദി എന്നാ പേരിട്ടത്. അപ്പോൾ മോദി എന്ന് പറയുന്ന പേര് അറേബ്യയിൽ വളരെ പ്രചാരമുള്ള, പേർഷ്യയിലൊക്കെ വളരെ പ്രചാരമുള്ള പേരാണ് മുഹിയുദ്ദീൻ എന്നാണ്. അതൊരു ഷെയ്ഖിൻ്റെ പേരാണ്. ആ ഷെയ്ഖിൻ്റെ പേരിലാണ് മൊഹിദ്ദീൻ മാലക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ആ മൊഹിയുദ്ദീൻ എന്നുള്ളതിൻ്റെ രൂപാന്തരമാണ് മൊയ്തീൻ, മൊയ്തു, മോദി, മൊയ്തി, അങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ എൻ്റെ ബാപ്പ കുറച്ച് പഠിച്ച ആളായതുകൊണ്ട്, അത് 7ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. അദ്ദേഹം സ്കൂളിൽ ചേർക്കുമ്പോൾ മോദി ഒന്നും ഒരു നല്ല പേരാണ്. അങ്ങനെ അദ്ദേഹമാണ് മൊഹീദ്ദീൻ എന്ന് പേരിട്ട്. ബാപ്പ സ്കൂൾ ചേർക്കുമ്പോൾ ആക്കിയതാ, അവരെ മോദിയാണ്. എന്നെ വീട്ടിൽ വിളിച്ചിരുന്നത് കുഞ്ഞിന്നാണ്, പേര് വിളിച്ചിരുന്നില്ല. അവർ ഓമന പേര് വീട്ടിൽ വിളിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റെ പേരിപ്പോൾ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് മോദി എന്നാണ്. ഇനി മൊഹിയുദ്ദീൻ എങ്ങനെയാണ് എം.എൻ. കാരശ്ശേരി ആയെന്നാണ് ഇപ്പോൾ തോമസിന് അറിയേണ്ടത്. എന്താ വെച്ചാൽ, എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് കുട്ടിക്കാലത്തെ ഒരു തോന്നലുണ്ട്, ഞാൻ ഒരു എഴുത്തുകാരനാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അതിനൊരു പശ്ചാത്തലം ഞാൻ പറയാം. അപ്പം ഞാൻ ചെറുപ്പത്തിലെ ആരോഗ്യം വളരെ കുറഞ്ഞ ഒരാളാണ്. പല രോഗങ്ങളും, അതിപ്പോഴും അതെ, എനിക്ക് ആരോഗ്യം എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇപ്പോഴാണ് ഞാൻ അങ്ങേയറ്റത്തെ പ്രമേഹ രോഗിയാണ്. ഞാനൊന്നും വകവെക്കില്ല എന്നുള്ളത് വേറെ. പല അപകടങ്ങളൊക്കെ ഉണ്ടായി, അസുഖങ്ങളുണ്ടായി. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, എൻ്റെ ഈ ശരീരത്തിൽ 10 ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 10 ഓപ്പറേഷൻ. അങ്ങനെ മൈഗ്രെയിൻ, പിന്നെ ഹെർണിയ, വയറുവേദന, പെപ്റ്റിക് അൾസർ, പിന്നെ 99 ആക്സിഡൻ്റ് ആയിട്ട് ഈ കാല് 3 കഷ്ണമായി, ഈ കൈ ഒടിഞ്ഞു പോയി. അങ്ങനെ പിന്നെ ഇപ്പോൾ അവസാനം ഒരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ വാരിയൽ 5-6 പൊട്ടിപ്പോയി. അതിന് വേണ്ടി ചികിത്സയൊന്നുമില്ല. അങ്ങനെ ഞാൻ എപ്പോഴും, അപ്പോൾ ഇതൊന്നും ഞാൻ വകവില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാർ കുട്ടിക്കാലത്ത് എന്നെ കളിക്കാൻ കൂട്ടില്ല. അവരെ കുറ്റം പറയില്ല, കാരണം അവരുടെ കൂട്ടത്തിലേക്ക് എന്നെ കൂട്ടിയാൽ ചിലപ്പം ഞാനൊന്നിലും മിടുക്കുള്ള ആളല്ല. ഇപ്പോൾ കള്ളനും പോലീസും കളിക്കുകയാണ്, അതിനെനിക്ക് മിടുക്കില്ല. പിന്നെ തൊട്ട് കളിക്കുകയാണ്, അല്ലെ ഫുട്ബോൾ കളിക്കുകയാണ്, വോളിബോൾ കളിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ കരയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിലൊരു അന്യനാണ് ഞാൻ. എൻ്റെ അനാരോഗ്യമാണ് കാരണം. അപ്പോൾ എനിക്കാണെങ്കിലോ വായിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വായിക്കും. അവർക്ക് അതിൻ്റെ ആവശ്യം, അവർക്ക് കളിക്കാം, എനിക്ക് കളിക്കാൻ നോക്കില്ല. എനിക്കെന്ത് വേണം? വായിക്കണം. പിന്നെ എനിക്ക് വളരെ രസമാണിത്. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ അന്ന് പഠിക്കാണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ആത്മകഥ ഒക്കെ വായിച്ച് ഞാൻ കരയും. ഉദാഹരണം പറയുകയാണ്, ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ കഥയാണ്, ചാൾസ് ഡിക്കൻസിൻ്റെ. അപ്പോൾ എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, നെട്ടയം ശിവദാസ് എന്ന് പറഞ്ഞു. ഇതിവിടെ ഞങ്ങളുടെ നാട്ടിൽ പറയുമ്പോൾ തെക്കനാ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ സ്കൂളിലൊക്കെ, എൻ്റെ മൂത്താപ്പ സ്ഥാപിച്ച സ്കൂളാണ് അത്, ഇസ്സത്തുൽ ഇസ്ലാം AUP സ്കൂൾ എന്നാണ് എൻ്റെ പേര്. ഇപ്പം എൻ്റെ പേര് ഹാജി NC കോയക്കുട്ടി സ്മാരക സ്കൂൾ എന്നാണ്. അവിടെ അന്നത്തെ അധികം അധ്യാപകരും തെക്കരാ, തിരുവിതാംകൂറുകാരാണ്, സ്റ്റേറ്റുകാരെന്ന് പറയും ഞങ്ങൾ. അതിൽ കുറച്ചൊരു പരിഹാസം ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ, ഞങ്ങളുടെ അവിടെ 10ാം തരം പാസ്സായി TTC പാസ്സായ മാഷന്മാരൊന്നുമില്ല. അവിടെയുള്ള മാഷന്മാരൊക്കെ ESLC ഒക്കെ പാസ്സായ ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 മാഷന്മാർ, ഞാൻ ഒരു ഫിലിപ്പ് മാഷ്, അദ്ദേഹം ഭാഗ്യവശാൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം നല്ല സുന്ദരനാണ്, നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് പ്രസംഗിക്കും. അദ്ദേഹമാണ് എന്നെ പ്രസംഗിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ 5ാം ക്ലാസ്സിൽ പ്രസംഗക്കാരനാണ്. കാരണം
ഫിലിപ്പ് സാർ പറയും നീ പറയടാ എന്ന് പറയും. അപ്പോൾ എനിക്കൊന്നും പറയാനൊരു മടിയില്ല. അതായത് ഈ സഭാകമ്പം വിചാരിക്കാനുള്ള വിവരമില്ല, എന്തോ അങ്ങോട്ട് പറയാണ്. അപ്പം ഫിലിപ്പ് സാറിന് എന്തുകൊണ്ട് എടാ നീ പറയടാ എന്ന് പറയും. അപ്പോൾ ഞാനാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്കൂളാണ്, വീടിന് തൊട്ടടുത്താണ്. പിന്നെ എൻ്റെ ബാപ്പയ്ക്ക് അവിടെ ഒരു മസാല കച്ചവടമുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് ബാപ്പയും ഉമ്മയൊക്കെ നല്ലോണം അറിയും. അപ്പോൾ എനിക്ക് വെച്ച നിലയാണ് സ്കൂളിൽ. അപ്പോൾ ഞാൻ സായി സമാൻ സെക്രട്ടറിയാണ്, ചിലപ്പോൾ ക്ലാസ് ലീഡറാണ്, ചിലപ്പോൾ സ്കൂൾ ലീഡറാണ്. അങ്ങനെ പ്രസംഗം 5ാം ക്ലാസ്സിലെ പ്രസംഗക്കാരനാണ്. 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ എൻ്റെ ഒരു കസിനുണ്ട്, എന്ന് പറഞ്ഞാൽ ബാപ്പയുടെ ജ്യേഷ്ഠൻ്റെ മകൻ സലാം കാരശ്ശേരി. അദ്ദേഹം അന്ന് സിനിമാ നിരൂപണം എഴുതും, നാടകം എഴുതും, നാടകം അഭിനയിക്കും. അദ്ദേഹം ഒരു തൂലികാനാമം സ്വീകരിച്ചു, സലാം കാരശ്ശേരി. അപ്പോൾ എനിക്ക് നല്ല കൗതുകം തോന്നി. പിന്നെ ഞങ്ങളുടെ ഈ എന്നെ പഠിപ്പിക്കുന്ന ഈ മാഷുണ്ട്, എന്നെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ശിവദാസ മാഷ്, അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം ഒന്ന് കലാകൗമുദി കെ ബാലകൃഷ്ണൻ്റെ കൗമുദി ആഴ്ചപ്പതിപ്പിലൊക്കെ എഴുതും, കൗമുദി വാരിക. അദ്ദേഹം എഴുതുന്നത് നെട്ടയം ശിവദാസം ഉണ്ടാവും. പിന്നെ അന്ന് എനിക്ക് പരിചയമുള്ളൊരു പേരാണ് എസ് കെ പൊറ്റക്കാട്. എങ്ങനെ പരിചയം എന്നറിയില്ല, ആ പേര് എനിക്ക് നല്ല ഇഷ്ടമായി, എസ് കെ പൊറ്റക്കാട്. അപ്പോൾ അത് എഴുത്തുകാരനാവണം, എന്ത് വേണം, തൂലികാനാമം വേണം. അപ്പോൾ എന്താ തൂലികാനാമം എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ ഞാനിങ്ങനെ ആരോട് ചോദിക്കാനില്ലല്ലോ, ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ പേര് എഴുതുന്നത് എൻ മൊഹീദ്ദീൻ എന്നാണ്. അപ്പോൾ NM. പിന്നെ എൻ്റെ മൊഹീദ്ദീൻ എന്നുള്ള പേര് എനിക്കിഷ്ടമായില്ല, അതെനിക്കിഷ്ടമായില്ല പേര്, അത് എനിക്കിഷ്ടമായില്ല. പക്ഷേ സ്ഥലപ്പേര് വേണം. അപ്പോൾ ഞാൻ NM. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ അതൊരു സുഖമല്ല. നേരെ മറിച്ച് നമ്മൾ അക്ഷരമാല ചൊല്ലി പഠിക്കുമല്ലോ, MNOPQRST. അപ്പോൾ MN എന്ന് പറയുമ്പോൾ അതിനൊരു താളമുണ്ട്. അപ്പോൾ MN കാരശ്ശേരിയായി. 6ാം ക്ലാസ് തൊട്ട് MN കാരശ്ശേരിയായി. അപ്പോൾ ബുക്കിൻ്റെ മോഡൊക്കെ ഇങ്ങനെ പേരെഴുതും. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ വലിയ പരിഹാസമാണ്, അവർക്കൊരു വിവരമില്ലല്ലോ. ഞാൻ ഒരു എഴുത്തുകാരനല്ലേ, എന്താ എഴുതുന്നത്? എൻ്റെ ഈ പേര് കരിക്കട്ട കൊണ്ട് മറ്റേ ചുമരുടെ മുകളിൽ പെൻസിൽ കൊണ്ടൊക്കെ അവിടെ ഇവിടെ വേറൊന്നും എഴുതുന്നില്ല, ഒന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ നിന്ന് പേര് എഴുതുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്നെ പരിഹാസമാണ്, കുട്ടികൾക്കും അതെ, മാഷന്മാർക്കും അതെ. എന്നെ പരിഹസിക്കൂല, ശിവദാസ മാഷ് പരിഹസിക്കൂല, ഫിലിപ്പ് സാറും പരിഹസിക്കൂല. അപ്പോൾ ശിവദാസ മാഷ് അന്നേ എന്നോട് പറയും, 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കും, താൻ വിദ്വാൻ പരീക്ഷയ്ക്ക് പോകണം. വിദ്വാൻ എന്താണെന്നറിയില്ല, ഞാൻ പരീക്ഷ പോകാമെന്ന് വിചാരിച്ചു. 10ാം തരം എത്തിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, താൻ മലയാളം MAക്ക് പോകണം. ഞാൻ പിന്നെ മലയാളം MA കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയുള്ളൂ. കാരണം അദ്ദേഹത്തെ പ്രമാണമാക്കിയാണ് എൻ്റെ ജീവിതം. അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ ഏത് തരത്തിലുള്ള പരിണാമത്തിലും എൻ്റെ ഗുരുനാഥന്മാർക്കുള്ള പങ്ക് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് UP ക്ലാസ്സിലുള്ള. അത് ചെറിയ കാര്യമില്ല, അത് അധ്യാപകർക്ക് അതിൽ വലിയ പങ്കുണ്ട്. ഞാൻ 34 കൊല്ലം അധ്യാപകനായിരുന്നു. ഞാൻ എപ്പോഴും ഈ കുട്ടികളെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു, ആരാണ് എഴുതാൻ വാസനയുള്ളത്, ആർക്കാണ് പ്രസംഗിക്കാൻ താല്പര്യമുള്ള, ആരാ ചിത്രം വരയ്ക്കുക, ആരാണ് പാട്ട് പാടുക. അതിപ്പോൾ ഞാൻ കോളേജിൽ 8 കൊല്ലം ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ 26 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാനത് ശ്രദ്ധിക്കും, കാരണം എനിക്കൊരു കടം വീട്ടാനുണ്ട്, മനസ്സിലായോ? പിന്നെ ഞാൻ കോളേജ് ചെന്നു, യൂണിവേഴ്സിറ്റി ചെന്നു, അപ്പോഴൊക്കെ എനിക്ക് പ്രോത്സാഹനമല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ജീവിതത്തെ പറ്റി ഒരു പരാതിയില്ല, കാരണം ഞാൻ അർഹിക്കുന്നതിൽ കൂടിയ പരിഗണന എല്ലാ പ്രായത്തിലും എല്ലാ കാലത്തിലും എല്ലാ ഭാഗത്തും കിട്ടിയ ആളാണ് ഞാൻ ഇപ്പോൾ ഗുരുവായൂരപ്പങ്ങളിലാണ് പഠിച്ചത്, പിന്നെ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെയൊക്കെ എനിക്ക് വളരെ പരിഗണനയായിരുന്നു. അതായത് വായിക്കും, പഠിക്കും, എഴുതും, പ്രസംഗിക്കുന്നൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ 9ലോ 10ലോ പഠിക്കുമ്പോൾ എൻ്റെ ഒരു പരിഭാഷ, അത് ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്നൊരു പാട്ട് നമുക്ക് പഠിക്കാണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായി, ഞാൻ പരിഭാഷപ്പെടുത്തി. ഞാൻ ചന്ദ്രിക വീക്കിലേക്ക് അയച്ചു കൊടുത്തു. അതിൽ അച്ചടിച്ച് വന്നു പിച്ചാന്ന് പറഞ്ഞിട്ട്. പിന്നെ കോളേജിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ നേരത്തെ കൊള്ളാവുന്ന ഒരു പരിഭാഷപ്പെടുത്തി വെച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. അത് MN കാരശ്ശേരി ആണല്ലോ ഞാൻ, അത് വിട്ട് കളിയില്ല. MN കാരശ്ശേരി വിട്ട് കളിയില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണത്. അത് തോമസ് വിചാരിക്കുമ്പോഴല്ല, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്താണ്? MN കാരശ്ശേരി എന്നുള്ളതാണ്. കാരണം അത് എൻ്റെ സൃഷ്ടിയാണ്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ പേര് കേട്ടാൽ ഒരാളുടെ പാർട്ടിയോ ജാതിയോ മതമോ പ്രദേശമോ മാതൃഭാഷയോ ഒന്നും തിരിയൂല. അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, അന്ന് ഇങ്ങനെ തോന്നിയതാ. എസ് കെ പൊറ്റക്കാട്, നെട്ടയം ശിവദാസ്, സലാം കാരശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു അന്തസ്സുണ്ട്. MN കാരശ്ശേരി അത്രയേ ഉള്ളത്. പിന്നെ ഒരു വലിയ വ്യത്യാസം ഉണ്ടായി. ഞാൻ 1970 തൊട്ട് തന്നെ ഒരു ശരീഅത്ത് വിരുദ്ധനാണ്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കർമ്മശാസ്ത്ര വ്യവസ്ഥ. അതിൽ പല അന്യായങ്ങളുണ്ട്, പല അക്രമങ്ങളുണ്ട്, പല കാലഹരണപ്പെട്ട നിയമങ്ങളുണ്ട്, സ്ത്രീ വിരുദ്ധത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാം ആൻഡ് മോഡേൺ സൊസൈറ്റി എന്നിട്ടൊരു സാധനം 1970 കോഴിക്കോട് ഉണ്ടായിരുന്നു. NP മുഹമ്മദ്, ചേകനൂർ മൗലവി,
KM ബഹാവുദ്ദീൻ, മൂസായ ബേക്കർ, സലാം കാരശ്ശേരി, EA കോയ, MA പക്കർ കോയ തുടങ്ങിയുള്ള ആൾ ഉണ്ടാക്കിയതാണ് അത് ഒരു ഏതാണ്ട് ഒരു 1.5 കൊല്ലം പ്രവർത്തിച്ചത്. അപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത് ഈ നിയമങ്ങളിലൊക്കെ ഇങ്ങനെ അന്യായമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1985 കൃത്യമായിട്ട് പറഞ്ഞാൽ ഏപ്രിൽ 23 ഷാബാനു കേസിൻ്റെ വിധി വരികയാണ്. എന്താ വിധി? വിവാഹമുക്തിക്ക് പുനർവിവാഹം വരെയോ മരണം വരെയോ ജീവനാംശം കൊടുക്കാനുള്ള CRPC 125 വകുപ്പിൻ്റെ ബാധ്യതയിൽ നിന്ന് മുസ്ലിം ഭർത്താവിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ്. അന്ന് ഇന്ത്യ മുഴുവൻ അതിനെതിരായിട്ട് വലിയ ബഹളം നടക്കുകയാണ്. അപ്പോൾ അതിനെ സ്വാഗതം ചെയ്തത് കേരളത്തിൽ വളരെ കുറച്ച് ആളുകളാണ്. ഒന്ന് NP മുഹമ്മദാണ്, ഒന്ന് CN അഹമ്മദ് മൗലവിയാണ്, ഒന്ന് ചേകനൂർ മൗലവിയാണ്, വേറൊന്ന് PP ഉമർ കോയയാണ്, വേറൊന്ന് ആര്യാടൻ മുഹമ്മദാണ്, ഷൗക്കത്തിൻ്റെ ബാപ്പ, പിന്നെ ഈ PV അൻവറിൻ്റെ ബാപ്പ PV ഷൗക്കത്ത് അലി. അങ്ങനെ വളരെ കുറച്ച് ആളുകൾ സ്വാഗതം ചെയ്തതിൽപ്പെട്ട ഒരാളാണ് ഹമീദ് ചേന്നോങ്ങല്ലൂർ, വേറൊരാൾ KN കുഞ്ഞാമത്, വേറൊരാൾ MN കാരശ്ശേരി. അവിടെ ഉണ്ടായൊരു പ്രശ്നം, ഞങ്ങളെപ്പറ്റി ഇവർ വലിയ മതമൗലികവാദികൾ പറഞ്ഞ വലിയ വെച്ചാൽ അവരൊക്കെ മുസ്ലിം നാമധാരികളാണെന്നാണ്, ശരിക്കും മുസ്ലിങ്ങളല്ല. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ സ്ഥലനാമധാരിയാണ്, ഇതിലൂടെ മുസ്ലിം നാമം. അവർ ആക്ഷേപിച്ച് പറഞ്ഞ എന്ത് മുസ്ലിം നാമധാരി, അവനെ പറ്റൂല, ഞാൻ സ്ഥലനാമധാരിയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ മുസ്ലിം മതമൗലികവാദികൾ ഉന്നയിക്കുന്ന ഒരു വലിയ തമാശ. അപ്പോൾ അന്ന് ഇവർ പറഞ്ഞ ഇവരൊക്കെ പേര് മാറ്റണം. ഇപ്പോൾ EA ജബ്ബാർ, മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട യുക്തിവാദി EA ജബ്ബാർ, ഉദാഹരണം പറയാം, ജബ്ബാർ മാഷ് ആ പേര് ഉപയോഗിക്കാൻ പാടില്ല. കാരണം EA ജബ്ബാർ ഇസ്ലാമിനെ വിമർശിക്കണമെന്നാണ് അവർക്ക് വിഷമം. അപ്പോൾ ഈ പേരിൽ അവർക്കെന്തോ ഒരു കുത്തക ഉണ്ടെന്നാണ്. അപ്പോൾ എന്നെപ്പറ്റി അവർ മറിച്ചാ പറയുന്നത്, അയാൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി പേര് മാറ്റിയത്, അത് അയാളുടെ എന്താണ് അപകർഷബോധം കൊണ്ടാണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടാണെന്നാണ് ഇവർ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ മാധ്യമത്തിൻ്റെ എഡിറ്റർ O അബ്ദുറഹ്മാൻ ഉണ്ട്. അദ്ദേഹം എഴുതിൽ AR എന്ന് പറഞ്ഞിട്ടാണ്, AR. അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാം. അല്ലെ ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ, അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിക്കാരല്ല, PK പാറക്കടവ്, അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നാണ്. അല്ലെങ്കിൽ അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛൻ, ഫാദറില്ലോ, ആരാണ്, K കൊടുങ്ങല്ലൂർ. അവർക്ക് ആരെ പറ്റി ഈ പരാതി ഇല്ല, എന്നെ പറ്റിയാ പരാതി. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. അതായത് മുസ്ലിമാണ് എന്ന് ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്ത് മതമൗലികവാദം വന്ന്, എന്ത് ഒളിക്കൽ വന്നിന്, വലിയ തമാശ. അത് പേരിൻ്റെ കാര്യത്തിൽ വലിയ വലിയ ഒരു നിതാന്ത വിവാദമാണത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇത് പറഞ്ഞു വന്നപ്പം വായന, അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. എങ്ങനെയാണ് ചെറുപ്പത്തിലെ ആ ഒരു വായനയോടൊരു കമ്പം ഉണ്ടാകാൻ ഉള്ള പ്രേരണ? കുടുംബാന്തരീക്ഷത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നോ, അതോ സ്കൂളിലെ അധ്യാപകരുടെ സ്വാധീനമാണോ? കുടുംബാന്തരീക്ഷത്തിലില്ല. കാരണം എൻ്റെ ബാപ്പ 7ാം ക്ലാസ്സിൽ പഠിച്ചു, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം വീട്ടിൽ മാതൃഭൂമി വാങ്ങും, മാതൃഭൂമി പത്രം വാങ്ങും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലാകെ 2 മാതൃഭൂമിയാണ് വന്നിരുന്നത്. ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ, പിന്നെ ലങ്കേര അപ്പേട്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കോൺഗ്രസ്സാണ്, ബാപ്പ കോൺഗ്രസ്സാണ്. ബാപ്പയ്ക്ക് ഗാന്ധിയോടും നെഹ്റുവിനോടൊക്കെ വലിയ ബഹുമാനമാണ്. അപ്പോൾ കുട്ടിക്കാലത്തൊരു തമാശയുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ മാതൃഭൂമി പത്രത്തിൽ ഗാന്ധിയുടെ ചിത്രം എഴുതേണ്ടി. അപ്പോൾ ഞാൻ വൈകിയത് എൻ്റെ ബാപ്പയുടെ ചിത്രമാണ്. കാരണം ബാപ്പ അതേമാതിരി കറുത്തിട്ടാണ്, പിന്നെ വലിയ ചെവിയാണ്, നീണ്ട മൂക്കൊക്കെ ആയിട്ട്. കുറച്ച് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായത് ബാപ്പയുടെ ചിത്രം നേരെ അടിച്ചു വരില്ല, അത് വേറൊരാളാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഉണ്ട് അവിടെ. പക്ഷേ ബാപ്പ അങ്ങനെ വായനക്കാരനൊന്നുമല്ല. ബാപ്പയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നത് ഭക്ഷണം, പിന്നെ പുള്ളി വലിയ തമാശക്കാരനായിരുന്നു, ധാരാളം തമാശ പറയും, തമാശ കാണിക്കും. അങ്ങനെ പുള്ളിയുടെ തമാശകൾ ഇപ്പോഴും ആൾക്കാർ ഓർത്ത് പറയും. അദ്ദേഹം മരിച്ചിട്ട് 40 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു കുട്ടിയുടെ ആത്മകഥ കിട്ടിയപ്പോൾ തന്നെ അത് വായിച്ചപ്പം ഞാനത് അനുഭവിച്ച് കരഞ്ഞു. അതൊക്കെ എൻ്റെ ഭാവനയിൽ ഞാൻ കണ്ടു, അതിലെ കാര്യങ്ങളൊക്കെ. ഡേവിഡ് കോപ്പർഫീൽഡ് ഞാനാണെന്നുള്ള മട്ടിൽ. പിന്നെ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ബാപ്പയ്ക്ക് മസാലപ്പൊടിയുണ്ട്. മസാലപ്പൊടി പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ വരുന്ന ആക്കെല്ലാം വാരിക്കോരി കൊടുക്കും, ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. നീ ഇന്നലെ കൊണ്ടുപോയ അരിയുടെ പൈസ എവിടെ നിന്ന് വന്നാൽ ചോദിക്കില്ല, പിറ്റേന്ന് അരി വന്നാൽ അപ്പോഴും കൊടുക്കും. അപ്പം 4-5 പീടി പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഈ സാധനം പൊതിയാൻ വേണ്ടിയിട്ട് ആളുകൾ നോട്ട്ബുക്ക് തേക്കിലല്ല അന്ന് പൊതിയുക. നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ ആൾക്കാർ വിൽക്കും, തൂക്കി വെക്കും. അതിന് തൂക്കി പറ്റ കുറേ പേപ്പറുണ്ട്. അതിൽ ഞാനൊരു എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ മാമ്പഴം എന്ന് കണ്ടു. അപ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ മാമ്പഴം എന്ന് വായിച്ച് നോക്കിയപ്പോൾ
ഞാനതിങ്ങനെ ചൊല്ലി നോക്കിയപ്പോൾ എനിക്കതിൻ്റെ രീതി കിട്ടുന്നുണ്ട്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മ തന്നെ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. വായിച്ച് കുറച്ചും കൂടെ എത്തിയുണ്ടല്ലോ, ഞാൻ പെടച്ച് കരയാണ്, എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊക്കെ തിരിയാത്തത് ശിവദാസ മാഷ് പറയുമ്പോൾ എനിക്ക് തിരിയുന്നുണ്ട്. ഇപ്പോൾ കോമ്പസിഷൻ എഴുതിയാൽ ശിവദാസ മാഷ് എടുത്തുനിന്ന് വി ഗുഡ് എന്ന് എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. അതേ എല്ലാവർക്കും കൊടുക്കുന്ന മാർക്ക് 3, 3.5, 4, അങ്ങേയറ്റം 5 കൊടുക്കും. എനിക്കാണെങ്കിൽ 6, 7 വരും. അപ്പോൾ എനിക്ക് എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പിന്നെ അദ്ദേഹം എപ്പോഴും ഇത് കരുതും. ശിവദാസൻ മാഷ് എപ്പോഴും എന്നെപ്പറ്റി വലിയ കരുതലായിരുന്നു. പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെ ലൈബ്രറിയാണ്, സർവോദയ ഗ്രന്ഥശാല എന്നുണ്ട്. അവിടെ അന്ന് 10-15 പുസ്തകമുള്ളൂ. അതൊക്കെ ഞാൻ വായിച്ചു തീർന്നു. പിന്നെ ഞങ്ങളുടെ അയൽനാട്ടിൽ കക്കാട് അവിടെ KP സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്നൊരു സാധനമുണ്ട്. അവിടെ ലൈബ്രറി ഉണ്ട്, ലൈബ്രറിയൻ ഇല്ല. അപ്പോൾ എടുത്തു തരാം, അവിടെ പോയിരുന്നു വായിക്കണം. ഞാൻ അവിടെ പോയിരുന്നു വായിക്കും. കാരണം എനിക്ക് വേറെ ചെയ്യാനില്ല. പിന്നെ എനിക്കിത് വലിയ രസമാണ്. പിന്നെ അന്ന് വലിയൊരു ഇതെന്താ വെച്ചാൽ ഈ മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എല്ലാവരും മാതിരി മറ്റേ ബോബനും മോളിയും, അത് കഴിഞ്ഞ് ഫലിത ബന്ധുക്കൾ. പിന്നെ അപ്പോൾ എനിക്കന്ന് വലിയ പുസ്തകം കിട്ടാൻ വളരെ ഇഷ്ടമാണ്. കാരണം തീരുമല്ലോ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, അവിടെ അല്ല കറണ്ടില്ല. ഞാൻ എത്ര കുഗ്രാമത്തിനാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ MA പാസ്സായി 5 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ കറണ്ട് വന്നത്. ഞാൻ 74 MA പാസ്സായി, 79 അവിടെ കറണ്ട് വരുന്നത്. ഞാൻ MA പാസ്സായി 10 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ ബസ് വരുന്നത്. 74 ഞാൻ MA പാസ്സായി, 84 കാരശ്ശേരിയിൽ ബസ് വരുന്നത്. അപ്പോൾ അവിടെ ഇതൊന്നുമില്ല. എൻ്റെ വീട്ടിൽ പുസ്തകം എന്ന് പറയാൻ ഒന്നുമില്ല. എന്താണുള്ളത്? ഖുർആനുണ്ട്. പിന്നെ ചില അറബി മലയാളത്തിലുള്ള മൊഹീദ്ദീൻ മാല, അതുപോലെ പക്ഷിപ്പാട്ട്, കുറത്തിപ്പാട്ട്, കുപ്പിപ്പാട്ട് എന്ന് പറഞ്ഞ ചില പാട്ടുകളുണ്ട്. പുസ്തകമൊന്നുമില്ല. അപ്പോൾ ഈ പുസ്തകം ഒരു വലിയ കാര്യമാണ് എന്ന് എന്നോട് കൃത്യമായിട്ട് ആരും പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, അങ്ങനെ ഒരു വികാരമുണ്ട്, അങ്ങനെ ഒരു അനുഭവമുണ്ട്. എനിക്കിതാണ് ഏറ്റവും രസം. അപ്പോൾ ഞാനതിൽ ബഷീർ വായിച്ച തമാശ പറയാം. അപ്പം അവിടെ അന്ന് വീടി തീർപ്പുകാരനാണ് PKC ആലിക്കുട്ടി എന്ന് വരുന്നത്. എൻ്റെ മുതിർന്നതാണ്. അപ്പോൾ അയാൾ നല്ലോണം വായിക്കും. അപ്പോൾ എനിക്ക് വായിക്കുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ അടുത്തുള്ള പുസ്തകം എനിക്ക് കടം മേടിക്കാം, എൻ്റെ പുസ്തകം അവർക്ക് കടം കൊടുക്കാം. അപ്പോൾ വായിക്കുന്നതിന് ദുരിതം എന്താണെന്ന് വെച്ചാൽ ബാപ്പ നാട്ടിൽ ഇല്ല, അദ്ദേഹം മംഗലാപുരത്ത് ജോലിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ചാരുകസയിലേക്ക് കിടന്ന് ഈ മണ്ണെണ്ണ വിളക്ക് വെച്ച് വായിക്കുക. അപ്പോൾ ഉമ്മയ്ക്ക് ഒരിക്കലും ഉറക്കം മുറുകൂല. എന്താ കാരണം? ഞാൻ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വീണ് പോയാൽ തീ പിടിക്കുമല്ലോ ഇത്. അപ്പോൾ അവരിടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. അപ്പോൾ അവരനുഭവിച്ച ത്യാഗത്തരൻ. ഞാനാണെങ്കിൽ ഈ വാതിലൊക്കെ അടച്ച് വായിക്കും, ജനലൊക്കെ അടച്ച് പേടിയാവും, കുട്ടിയല്ലേ. അപ്പോൾ രാവിലെ ഒന്ന് നോക്കുമ്പോൾ മൂക്കിലൊക്കെ കരി ഉണ്ടാവും. ഇങ്ങനെ മണ്ണെണ്ണവിളക്ക് അന്ന് വെച്ചാൽ നാട്ടിലൊന്നും മണ്ണെണ്ണയില്ല. അല്ല 60കളുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു 8 മണിയാകുമ്പോഴേക്കും എല്ലാവരും കിടന്നുറങ്ങും. കാരണം എന്താ? മണ്ണെണ്ണ വിളക്കിൽ മണ്ണെണ്ണ ഇല്ല, ഉണ്ടെങ്കിൽ വാങ്ങാൻ കാശില്ല. അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് സൗകര്യങ്ങളുണ്ട്, അവിടെ വിളക്കും മണ്ണെണ്ണയൊക്കെ ഉണ്ട്. അല്ല ഉമ്മ അവർ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളുടെ പഠിത്തത്തിൽ അവർക്ക് ഭയങ്കര ശ്രദ്ധയായിരുന്നു. അപ്പം ഏട്ടനും ഞാനും അനിയനൊക്കെ പഠിച്ചു, പെങ്ങൾ മാത്രമേ പഠിക്കാതുള്ളൂ. അതെന്താ വെച്ചാൽ അന്നത്തെ അവിടുത്തെ സമ്പ്രദായം അനുസരിച്ച് പിന്നെ പെണ്ണായാൽ വയസ്സറിയിച്ചാൽ പിന്നെ പോകാൻ പാടില്ല. ഇവിടെ നേരത്തെ വയസ്സറിയിച്ചു, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അത് പോട്ടെ. അപ്പോൾ ഞാനൊരു ദിവസം ജോസഫ് ചെറുവത്തൂരിൻ്റെ അന്നക്കുട്ടി എന്നൊരു നോവലുണ്ട്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അത് 10-700 പേജുണ്ട്, അങ്ങനെ വായിക്കാമല്ലോ. അപ്പോൾ ഞാനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലിക്കുട്ടി റോഡിലായാലും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ റോഡ് സൈഡാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ആലിക്കുട്ടി എന്നെ വിളിച്ചു, എന്ന് വിളിച്ച്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. നീ എന്താ വായിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അന്നക്കുട്ടി. ആരുടെ? ജോസഫ് ചെറുവത്തൂരിൻ്റെ. അപ്പോൾ അന്ന് എനിക്കിഷ്ടമുള്ള ഒരാളാണ് ആര്, നമ്മുടെ മുട്ടത്ത് വർക്കി. അദ്ദേഹത്തിൻ്റെ ജഗജിലിയൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, പടാത്ത വൈകിലൊക്കെ. കാരണം അതിലെ കാനമീജെ, പമ്പാ നദി പാഞ്ഞൊഴുകുന്നു. അപ്പോൾ ഇവിടെയുള്ള ചില വാക്കുകൾ, തിരുവിതാംകൂറിലെ ചില വാക്കുകൾ, ഇപ്പോൾ റാന്നി, കോന്നി എന്നൊക്കെയുള്ള സ്ഥലപ്പേര് ഞാൻ കേൾക്കുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? ഈ പമ്പാ നദി പാഞ്ഞൊഴുകുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ കായലുകൾ, ഇവിടുത്തെ മുട്ടക്കച്ചവടം നമുക്ക് അറിഞ്ഞൂടല്ലോ ഒന്നും. കായൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ കായലൊന്നും. അപ്പോൾ എന്നോട് ആലിക്കുട്ടി ചോദിച്ച് നീ എന്താ വായിക്കുന്നത്? ഞാൻ പറഞ്ഞിങ്ങനെ
ജോസഫ് ചെറുത്തൂരിൻ്റെ അന്നക്കുട്ടിയോ എങ്ങനെയുണ്ട് തിരക്കില്ല, നമുക്കെല്ലാം നല്ലതാണ്, കാരണം വായിക്കാമല്ലോ. അപ്പോൾ ഇവൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്. ഞാൻ ചെയ്താ പുസ്തകം അത് ബഷീർ എഴുതി. ഞാൻ ചെയ്ത് ബഷീർ. അപ്പോൾ എനിക്കറിയില്ല, വൈക്കം മുഹമ്മദ് ബഷീർ. എന്താ ബുക്കിൻ്റെ പേര്? എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. ആ പേര് എനിക്ക് എന്താ അർത്ഥം ഒന്നും മനസ്സിലായില്ല, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായത്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ അതൊന്ന് എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ വായിച്ചിട്ട് തരാമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് വായിക്കുമോ? ഇന്ന് വായിക്കില്ല. എന്നാൽ തന്നെ നീ ഇന്ന് വായിക്കാം, അന്ന് വായിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെറിയതാ. ഞാൻ പറഞ്ഞു നാളെ രാവിലെ അവൻ കുളിക്കാൻ പോകുന്ന കടവിലാന്ന് കുളിക്കുക, കുളിമുറി ഒന്നും ഇല്ലല്ലോ ഇവിടെ, ഞങ്ങളുടെ വീടിന് മുന്നോടെ പോവാ. ഞാൻ പറഞ്ഞു രാവിലെ തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ വന്നിരുന്ന് ഒറ്റയിരിപ്പിനെ വായിച്ചു. അത് വായിച്ചിട്ടേ കിടന്നുറങ്ങിയുള്ളൂ. പിന്നെ രാവിലെ അവന് കൊടുത്തേക്കണ്ട്. ഞാൻ പറഞ്ഞു അസാധ്യമായ ഒരു പുസ്തകമാണ്. കാരണം ഞാൻ ആകെ മാറിപ്പോയി. അന്ന് ഉണ്ടായൊരു സംഭവം എന്താ വെച്ചാൽ ഈ കുഞ്ഞുപാത്തുമ്മയോട് കഠിനമായി പ്രേമം തോന്നിപ്പോയി എനിക്ക്. എനിക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു പെണ്ണിനോടും പ്രേമം തോന്നിയിട്ടില്ല, ഒരു പ്രായത്തിലും. ഒരു പെണ്ണിന് എന്നോടും തോന്നിയായിട്ട് എനിക്ക് അറിവില്ല. പക്ഷേ കുഞ്ഞുപാത്തുമ്മ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. അങ്ങനെ പിന്നെ കുഞ്ഞുപാത്തുമ്മയുടെ കൂടെയും കൂടി ഞാൻ വളരുന്നത്. പിന്നെ അന്ന് എനിക്ക് വേറൊരു പ്രേമം ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഉണ്ണിയാർച്ച എന്നുള്ള സിനിമ കണ്ടത്. അപ്പോൾ അതിൽ രാഗിണി എന്തൊരു, അങ്ങനെ സുന്ദരികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. സുന്ദരിയോ പോട്ടെ, അതിൽ അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്ന് ഞാൻ അറിഞ്ഞു. ആ പാട്ടിൽ അന്നു നമ്മൾ കണ്ടതിൽ പിന്നെ ആത്മാവിൽ ആനന്ദം ഞാൻ അറിഞ്ഞു, അതിലുള്ള വേദന ഞാൻ അറിഞ്ഞു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അന്ന് ഭാസ്കരൻ മാഷ് അത് എഴുതുമെന്ന് അറിഞ്ഞൂടാ. എന്തൊരു പാട്ടാണ് ഇതൊക്കെ. ആ പാട്ട് എനിക്കാണ് സിനിമാ പാട്ട്, എല്ലാ പാട്ടും ഭയങ്കര കമ്പാണ് അന്നൊന്നും. എനിക്ക് അല്ല, സിനിമ ഒന്നും ഹറാമാണ്, ഇന്നൊന്നും കാണാൻ പറ്റില്ല. സിനിമ ഹറാമാണ്, പൈസയും കിട്ടില്ല, പോയി എന്ന് പറഞ്ഞാൽ അടി കിട്ടും, പള്ളിയിൽ നിന്നും അടി കിട്ടും, വീട്ടിൽ നിന്നും അടി കിട്ടും, ആകെ വേറെ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ കുഞ്ഞുപാത്തുമ്മ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ് ബഷീറിനെ പറ്റി ഞാൻ പലതും എഴുതി. പിന്നെ കുഞ്ഞുപാത്തുമ്മ ആരാണ് എന്നൊക്കെ ഞാൻ പിന്നീട് കണ്ടെത്തി. അതിനെപ്പറ്റിയൊക്കെ എനിക്ക് അവരെ കാണുന്നുണ്ടായിരുന്നു, കാണാനൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ ഇപ്പം എൻ്റെ ഒരു പുസ്തകം, ഞാൻ ബഷീറിനെ പറ്റി MA പഠിക്കുമ്പോൾ ഒരു ഡിസർട്ടേഷൻ എന്ന് പറയും, ഒരു ചെറിയ ലഘു പ്രബന്ധം എഴുതുന്നുള്ളൂ. ആ പ്രബന്ധം എഴുതി അത് ബഷീറിൻ്റെ നോവലുകളായിരുന്നു അതിൻ്റെ വിഷയം. അതന്ന് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ പരമ്പരയായിട്ട് വന്നു. പിന്നെ ഞാൻ പുസ്തകമൊന്നുമില്ല. പിന്നീട് 10-42 കൊല്ലം കഴിഞ്ഞിട്ട് അവർ ചന്ദ്രിക വീക്കിൽ അത് വീണ്ടും പുനഃപ്രകാശനം ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അതൊക്കെ പഴയത്, ഞാൻ MA പഠിക്കുന്നത് എഴുതിയാണ്, അത് നിങ്ങൾ എടുത്ത് കൊടുക്കല്ലേ. അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പബ്ലിഷർ വന്നു, കുഞ്ഞിക്കണ്ണൻ എന്നുണ്ട്, പേരാമ്പ്രയിൽ ഫിംഗർ ബുക്സ്, അത് പുസ്തകമാക്കണം എന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം അങ്ങനെ പുസ്തകത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ പറയുമ്പോഴേക്ക് 45 കൊല്ലമായി, അതൊന്നും എനിക്കിനി വായിച്ച് റീറൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. റീറൈറ്റ് ചെയ്യരുത്, റീറൈറ്റ് ചെയ്യുന്നതല്ല പറഞ്ഞത്, ഞങ്ങൾ ആസ് ഇറ്റ് ഈസ് അതെങ്ങനെയാണുള്ളത് അങ്ങനെ അടിക്കാൻ പോവാണ്, അത് ഞങ്ങൾ പറയും. ഇത് മലയാളത്തിൽ ആദ്യമായിട്ട് വന്ന ബഷീറിൻ്റെ സമഗ്ര പഠനമാണ്. ഇത് കാരശ്ശേരി മാഷ് MA വിദ്യാർത്ഥിയാകുമ്പോൾ ഇത് അങ്ങനെ വന്നു. അത് നന്മയുടെ വെളിച്ചെന്ന എൻ്റെ പേര്. അത് പക്ഷേ ഞാൻ ഈ കുഞ്ഞുപാത്തുമ്മയ്ക്ക് സമർപ്പിച്ചു. ആരെയാണോ കുട്ടിക്കാലത്ത് ഞാൻ പ്രേമിച്ചത്, ആരെയാണോ ജീവിതം മുഴുവൻ തേടി നടന്നത്, ആ കുഞ്ഞുപാത്തുമ്മയ്ക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അന്നേ ചെറുപ്പത്തിലെ ബഷീർ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ വായനയിൽ ഈ ബഷീറിനേക്കാൾ എന്നെ അട്ടിമറിച്ച ആരാന്ന് വെച്ചാൽ കുട്ടികൃഷ്ണന്മാരാരാ. ഞാനീ പേരേ കേട്ടിട്ടില്ല. അപ്പം ഈ പാഠപുസ്തകം കിട്ടിയാൽ ഞാൻ 1-2 ആഴ്ചയോടെ ഒരു മാസം കൊണ്ട് വായിച്ചു തീർക്കും. കാരണം വായിക്കാനൊന്നുമില്ല എനിക്ക്. അപ്പം 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം കിട്ടി മലയാളം, ഞാനത് വായിച്ചു തീർത്തു. കാരണം എനിക്ക് വായിക്കണ്ടേ, അവിടെ ഒന്നുമില്ലല്ലോ. പിന്നെ പുസ്തകം വാങ്ങാൻ പൈസ ഒന്നുമില്ല. കാരണം ഈ മനോരമ ആഴ്ചപ്പതിപ്പ് 13 പൈസയാന്ന്. പിന്നെ ചന്ദ്രിക ആഴ്ച അവിടെ 2 ഉള്ളത്. പിന്നെ വീട്ടിൽ മാതൃഭൂമി വാപ്പ വാങ്ങും, അതാ ഏജന്റിനെ സഹായിക്കാനാണ്. അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്, നമ്മളിട്ട് വായിക്കില്ല. ഹൈസ്കൂൾ പഠിക്കൊന്നും വായിക്കില്ല, അപൂർവമാണ് ഞാൻ വായിച്ചതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു വായനയുടെ വേറൊരു ഭാഗം ഇപ്പം തോമസ് ചോദിച്ചതിൻ്റെ, എൻ്റെ ഉമ്മയുടെ വീട് ചാലിയപ്പുറത്താണ്. അത് ചാലിയാറിൻ്റെ ഇക്കരെയാണ്, ഞങ്ങൾ അക്കരെയാണ് അവർ. അപ്പോൾ ഞങ്ങളുടെ നദി ഇരുവഞ്ഞിപ്പുഴയാണ്. അത് ചെന്ന് ചാലിയാറിൽ ചേരും. ഞങ്ങൾ ചെറുപുഴ എന്ന് മറ്റേ വലിയപുഴ എന്നും പറയും. ഈ ചാലിയാറിൻ്റെ അപ്പുറമാണ് ചാലിയപ്പുറം, അവിടുത്തെ എൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഉമ്മയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ചാളക്കണ്ടി എന്ന് പറയും, അവിടെ തിരുവിതാംകൂറുകാരത്തെ ഒരു ടീച്ചർ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്നുണ്ട്. അവർക്ക് അവിടെ ജോലിയാണ് ചാലിയപ്പുറത്ത് വെട്ടത്തൂർ അങ്ങാടിയുള്ള സ്കൂളിൽ.
അപ്പോൾ അവിടെ എന്താ, ആ ടീച്ചറുടെ മുറി നിറച്ച് മലയാള മനോരമ ആഴ്ചപ്പതിപ്പാണ്. എനിക്ക് വേറെ വല്ലതും വേണം. അപ്പം ഞാൻ അവിടെ വന്ന് അവിടെ ചെന്ന് ആദ്യം ചെന്നിട്ട് കുപ്പായ അഴിച്ചൊരു ഭാഗത്ത് കയറി ഞാൻ നേരെ മുകളിൽ കയറിപ്പോവും. ടീച്ചറിൻ്റെ അവിടെ. അപ്പോൾ ടീച്ചർ, അപ്പോൾ അവിടെയും കറണ്ടൊന്നുമില്ല. ഞാനിങ്ങനെ രാപ്പകൽ വായിക്കുക. അപ്പോൾ ടീച്ചർ, മേരി ടീച്ചർ എപ്പോഴും, എൻ്റെ കർത്താവേ ഈ കൊച്ചിൻ്റെ കണ്ണ് പൊട്ടിപ്പോകത്തേ ഉള്ളൂ. മലയാള മനോരമ. ഈ ടോംസ് എന്നെ വായനക്കാരനാക്കിയാൽ ടോംസിന് വലിയ പങ്കുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ബോബനും മോളിയും എന്നുള്ളത് വായിക്കാൻ നമുക്ക് ഉറക്കം വരില്ലെന്നേ. എൻ്റെ കാര്യമല്ല പറഞ്ഞത്, എത്രയോ ലക്ഷം മലയാളികളുടെ കാര്യം പറഞ്ഞത്. ടോംസിനോട് എനിക്കൊക്കെ ഉള്ള കടപ്പാട്, എന്നെപ്പോലെ എത്രയോ ലക്ഷം ആളുകളുടെ കടപ്പാട് ആ വരയുടെ മാത്രമല്ല, അതിലെ നർമ്മം, പിന്നെ അതൊരു സ്വഭാവമാക്കി മാറ്റി. ഏത് വായിക്കുക എന്നുള്ളത്. അതിലിപ്പം മറ്റെഴുത്തുകാരെ പോലെ, അതിലിപ്പം മുട്ടത്ത് വർക്കിയോ അല്ലെ കാനമീജോ ഒക്കെ അന്നത്തെ ആളുകളുണ്ടല്ലോ, അവരെപ്പോലെ ഒരാളാണ് ടോംസ്. പിന്നെ ഫലിതബന്ധുക്കൾ തീർച്ചയായിട്ടും. അങ്ങനെ പിന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഫലിതം. ഒന്നാമത് എൻ്റെ ബാപ്പ ഭയങ്കര തമാശക്കാരനാണ്. ഭയങ്കര തമാശക്കാരനാണ്, ഭയങ്കര തമാശ പറയും, തമാശ കാണിക്കും. അങ്ങനെ പുള്ളിക്ക് എപ്പം വളരെ ലൈറ്റായിട്ട് ഈ മുല്ല നാസുറുദ്ദീൻ എന്നൊരു കഥാപാത്രമല്ലേ, ആ കഥാപാത്രത്തോട് എനിക്കിഷ്ടം വരുന്നത് ബാപ്പയുടെ മാതിരി ഒരാളാണ്. ഞാൻ ആ സമാഹാരം ബാപ്പയ്ക്കാണ് സമർപ്പിച്ചത്. മുല്ല നാസുറുദ്ദീൻ കഥകൾ എന്നുള്ള എൻ്റെ പുസ്തകം സമർപ്പിച്ച് ബാപ്പയ്ക്കാണ്. കാരണം ഇപ്പോഴും നാട്ടുകാരൊക്കെ ബാപ്പ കാണിച്ച തമാശയെപ്പറ്റിയും പറഞ്ഞ തമാശയെപ്പറ്റിയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുണ്ട്. ആ മാപ്പിള തമാശകൾ നമുക്കെൻ്റെ പേര്. അതിൽ ബാപ്പയുടെ കുറേ ഫലിതം കൊടുത്തിട്ടുണ്ട് ഞാൻ, മാതൃമ അടിച്ച്. അതിപ്പോൾ ഒരു 5-6 മാസമായി പുസ്തകം വന്നിട്ട്. അപ്പോൾ ചെറുപ്പത്തിലെ വായന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആ മാരാരുടെ കാര്യം ഞാൻ പറയാൻ പറ്റേ. അപ്പോൾ അതിൽ 2 അഭിവാദനങ്ങൾ എന്നൊരു ലേഖനം. അപ്പോൾ തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ചു, വളരെ നാടകീയമായിട്ട് തുടങ്ങും. എന്നിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധം തുടങ്ങാൻ പോകുന്ന അന്തരീക്ഷം മുഴുവൻ വർണ്ണിച്ചിട്ട് ആ യുദ്ധമുഖത്ത് വെച്ചിട്ട് പാണ്ഡവ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ വന്ന് ഭീഷ്മരെ വണങ്ങും. അതൊരു രംഗം. വേറെ ഒരു രംഗം, ഭീഷ്മർ യുദ്ധത്തിൽ വീഴ്ത്തപ്പെട്ട് ശരശയ്യെ കിടക്കുകയാണ്, മരണം കാത്ത് കിടക്കുകയാണ്, ഉത്തരായൻ കാത്ത് കിടക്കുകയാണ്. ഈ സമയത്ത് കർണൻ വന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യും. ഇതാണ് 2 അഭിവാദനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ട് ആദ്യത്തേന് രൂപോജ്വലത കൂടുമെങ്കിലും ഭാവോജ്വലത രണ്ടാമത്തേനാണ് എന്ന് സ്ഥാപിക്കുന്നത്. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിൻ്റെ മലയാള ഗദ്യം, അദ്ദേഹത്തിൻ്റെ യുക്തിബോധം, പിന്നെ അദ്ദേഹത്തിൻ്റെ വിശകലന രീതി ഒക്കെ ഇഷ്ടമായി. ഞാൻ ഒറ്റ ലേഖനം കൊണ്ട് ആകെ അകമ്പുറം മറിഞ്ഞു. ഞങ്ങളവിടെ ആമ്പറം മറിഞ്ഞു, അകമ്പുറം മറിഞ്ഞു പോയി. കാരണം ലേഖനങ്ങൾ വായിച്ചൊന്നും എനിക്ക് പരിചയമില്ല. ഞാൻ വായിക്കുന്ന കഥകളല്ലേ, നോവലുകൾ, പിന്നെ വായിക്കുന്ന എന്താ, പിന്നെ ഈ ചില കവിതകൾ, അല്ലാതെ ലേഖനം പഠിക്കാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ ലേഖനങ്ങളുണ്ട്. അതുമാതിരി ഒന്നും അല്ലാത്തൊരു സാധനം, ഇതെന്തോ ഒരു. അപ്പോൾ അന്നാണ് ഞാൻ ഭാരത പര്യടനം എന്ന് കേൾക്കുന്നത്. അങ്ങനെയാണ് കുട്ടിക്കൃഷ്ണമാരായിരുന്നു ഞാൻ പഠിക്കുന്നത്. പിന്നെ കോളേജ് ചെന്നപ്പോൾ എൻ്റെ പണി കുട്ടിക്കൃഷ്ണമാരാരെ പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കുകയാണ്. അങ്ങനെ ഞാൻ ഊണ് കഴിക്കാൻ തന്ന കാശൊക്കെ മാറ്റി വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തേടി പിടിച്ച് കംപ്ലീറ്റ് മാരാരുണ്ട് അതിൽ. അങ്ങനെ അതിലിപ്പം അത് 67 68 ഈ സംഭവം. അപ്പോൾ എനിക്ക് അന്നേ കുഞ്ഞുണ്ണി മാഷായിട്ട് വളരെ അടുപ്പാണ്. ഇല്ല അല്ല, അതിൻ്റെ ഒരു കൺസേൺ എനിക്കില്ല. കാരണം ഞാൻ എഴുതുന്നത് ചന്ദ്രികയിലേക്കാണ് അയക്കുക. എൻ്റെ നാട്ടിൽ ഒരു ചന്ദ്രിക ആഴ്ചപ്പതിപ്പാ ആൾ വായിക്കുന്നത്. മാതൃഭൂമി ഒന്നും അവിടെ ആരും വായിക്കില്ല. മാതൃഭൂമി വീക്കിൻ്റെ പ്രാധാന്യമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കോളേജിൽ നിന്നാണ്. അതിനുമുമ്പ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കുഞ്ഞുണ്ണി മാഷോട് ഞാൻ ഒരു ദിവസം പറഞ്ഞു, മാഷ് മാരാരെ കാണാൻ പോകാറില്ലേ? നല്ല ഇനി പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, വേണ്ട, തന്നെ ഞാൻ കൊണ്ടുപോകില്ല, എന്നെ കൂടാതെ വല്ലവരും കൂട്ടി അവിടെ പോവുകയും ചെയ്യരുത്. അതെന്താണെന്ന് വെച്ച്, തൻ്റെ മനസ്സിലൊരു മാരാരുണ്ട്, തനിക്കത് മതി, അവിടെ പോരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, ആ കാലമായപ്പോഴേക്ക് മാരാർക്ക് അൽഷിമേഴ്സൊക്കെ വന്നിട്ട് ഉടുത്തിട്ട് ഉടുക്കാതെ അങ്ങനെ കൂടി വളരെ കാണാനും കേൾക്കാനും വയ്യാത്ത മട്ടിൽ അലമ്പായിപ്പോയിരുന്നു. കുഞ്ഞിനോഷ് എന്നെ രക്ഷിച്ചത്, പോരുതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കാണുന്നത് മാരാരുടെ മൃതദേഹമാണ്. ആ കണ്ടതിനെ പറ്റി ഞാൻ 10-40 കൊല്ലം കഴിഞ്ഞിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിൽ ഒരു ലേഖനം എഴുതിയിരുന്നു ആ വിലാപയാത്രയെപ്പറ്റി. അപ്പം അങ്ങനെ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച എഴുത്തുകാരെന്ന് പറയുന്നത് കുട്ടികൃഷ്ണമാരാരാ.
എന്താ കാരണം വെച്ചാൽ ഞാൻ അന്നൊക്കെ കഥകളാണ് എഴുതിയിരുന്നത്. ഇപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചന്ദ്രികാശുപതിൽ കഥ എഴുതും, അല്ലെ വേറെ ചില വീക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു നോവൽ എഴുതി ചന്ദ്രികയിൽ, അതിനകത്ത് ലേഖനം എഴുതി. ഗ്രഹണം എന്നാണ്, 5 ലക്കത്തിൽ വന്ന ചന്ദ്രികയിൽ തുടർക്കഥയായിട്ട്. അപ്പോൾ അന്ന് ഈ കാനേഷ് പൂനൂരാണെന്ന് അതിൻ്റെ പത്രാധിപർ ചന്ദ്രികാശുപതിൻ്റെ, അയാളും പറയും മറ്റുള്ളവരൊക്കെ പറയും അന്ന് ഞാൻ ലേഖനം എഴുതും, നിൻ്റെ ഏറ്റവും നന്നാകുന്ന ലേഖനമാണ് കഥയല്ല. അങ്ങനെ MA എത്തിയോടുകൂടി ഞാൻ കഥ എഴുത്ത് നിർത്തി. പിന്നെ ചില കഥകളൊക്കെ തമാശയ്ക്ക് എഴുതിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ ഭാവനയേക്കാൾ അധികമുള്ളത് യുക്തിയാണ്, ചിന്തയാണ്, ആശയങ്ങൾ ആവിഷ്കരിക്കുകയാണ് എൻ്റെ വഴി, അല്ലാതെ വികാരങ്ങളും വിചാരങ്ങളും ആവിഷ്കരിക്കുകയല്ല എന്നൊക്കെ അവ്യക്തമായിട്ട് മനസ്സിലായി. ഞാനിത് ഏതാണ്ട് എഴുത്ത് നിർത്തി, മറ്റത് ധാരാളം എഴുതി. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും കുട്ടീഷമാരെ പറ്റി എഴുതി, കുഞ്ഞുണ്ണി മാഷെ പറ്റി എഴുതി, ബഷീറിനെ പറ്റി എഴുതി, കുഞ്ഞിരാമൻ നായരെ പറ്റി, MT പറ്റി എഴുതി. അങ്ങനെയാണത് എഴുത്തിൻ്റെ ആ ഒരു കാലം എന്ന് പറയുന്നത്.